കിരീടം എന്ന സിനിമയ്ക്കൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, 1989 പുറത്തിറങ്ങിയ കിരീടവും അതിൻ്റെ രണ്ടാം ഭാഗമായ 1993 പുറത്തിറങ്ങിയ ചെങ്കോലിനും പുറമെ മറ്റൊരു സിനിമ കൂടി ഇതേ സിനിമാറ്റിക് യൂണിവേഴ്സിലാണ് സംഭവിക്കുന്നത്. സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ പോപ്പുലറാണ്. നമ്മുടെ മലയാളത്തിലും ചില സിനിമാറ്റിക് യൂണിവേഴ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ 2 എക്സാമ്പിൾസാണ് ബൽറാം വേഴ്സസ് താരാദാസും കിങ് ആൻഡ് ദ കമ്മീഷണറും. അതുകൂടാതെ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളി, ഗോദ, കുഞ്ഞിരാമായണം തുടങ്ങിയ സിനിമകളും ഒരേ യൂണിവേഴ്സിലാണ് നടക്കുന്നത്. എന്നാൽ ഈ സിനിമകളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് മലയാളത്തിൽ ഉണ്ടായിരുന്നു. കിരീടം ഇറങ്ങിയ ഏകദേശം 3 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിയ ആധാരം എന്ന സിനിമ കിരീടവും ചെങ്കോലും അടങ്ങുന്ന സിനിമാറ്റിക് യൂണിവേഴ്സിലാണ് നടക്കുന്നത്. ആധാരത്തിൻ്റെ അവസാനം മുരളിയുടെ കഥാപാത്രമായ ബാപ്പൂട്ടിയെ തല്ലാൻ ഒരു ഗുണ്ട വരുമ്പോൾ അയാൾ ആരാണെന്ന് സുരേഷ് ഗോപിയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്. ഇതിന് റിപ്ലൈ ആയിട്ട് ജോസ് പില്ലിശ്ശേരിയുടെ കഥാപാത്രം പറയുന്നത്, വഴി ചോദിച്ചത് ചത്തുപോയ നമ്മുടെ കീരിക്കാടൻ ജോസിൻ്റെ അനിയൻ തോമാസ്. 5-6 മാസം മുമ്പ് രാമപുരത്ത് 3 വരെ വെട്ടിക്കൊന്നില്ലേ, മൂപ്പരാ, കേസ് നടക്കുക. ഇങ്ങനെയൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് നടക്കാൻ കാരണം ഈ 3 സിനിമകളും എഴുതിയത് ലോഹിതദാസ് ആയതുകൊണ്ടാണ്. ഇതിനു മുമ്പും സിനിമാറ്റിക് യൂണിവേഴ്സുകൾ നിങ്ങളുടെ അറിവിൽ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കമൻറ്റിൽ പറയൂ.